ഗണപതയേ നമഃ. ഓം ശക്തി പരാശക്തി. ഓം നമഃ ശിവായ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹര ഹര മഹാദേവ. ഹര ഹരോ ഹര ഹര. പഴം നീയപ്പാ ജ്ഞാനപ്പഴം നീയപ്പാ, തമിഴ് ജ്ഞാനപ്പഴം നീയപ്പാ. പഴം നീയപ്പാ ജ്ഞാനപ്പഴം നീയപ്പാ, തമിഴ് ജ്ഞാനപ്പഴം നീയപ്പാ. ഹരഹരോ ഹരഹര. ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയ്യപ്പന്റെ കഥയാണ്. അപ്പോൾ സ്കന്ദപുരാണത്തിലെ അയ്യപ്പന്റെ കഥ എന്നുള്ള ഭാഗമാണ് ഈ പറയാനുള്ളത്. അയ്യപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, മോഹിനി പുത്രനാണ്. അതായത് നാരായണന്റെയും അതായത് ശ്രീകൃഷ്ണന്റെയും അതുപോലെ മഹാദേവന്റെയും പുത്രനാണ് അയ്യപ്പൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അയ്യപ്പന്റെ കഥ, സ്കന്ദപുരാണത്തിലെ അയ്യപ്പന്റെ കഥ എന്നുള്ള ഒരു ഭാഗമാണ് ഇന്ന് വായിക്കാനുള്ളത്. അപ്പൊ ഞാനിത് വായിക്കാൻ ശ്രദ്ധയോടെ കേൾക്കാട്ടോ. അയ്യപ്പന്റെ കഥ. പൂർവത്തിൽ ശ്രീ മഹാവിഷ്ണുവും ദേവന്മാരും ദേവാമൃതം മുതലായ വിശിഷ്ട വസ്തുക്കൾ നേടുന്നതിനായി അസുരന്മാരുമൊത്ത് മന്ദര പർവ്വതത്തെ കടക്കോലാക്കിക്കൊണ്ട് പാലാഴിയെ കടയുവാൻ തീരുമാനിച്ചു. അപ്പോ അമൃത് എടുക്കാൻ വേണ്ടിയിട്ട് ദേവാസുരന്മാര് ചേർന്ന് മന്ദര പർവ്വതത്തെ കടയുവാനായിട്ട് തീരുമാനിക്കുകയാണ്. കടക്കോലിൽ കയറായി ചുറ്റി വലിക്കുന്നതിന് വാസുകി എന്ന വിഷസർപ്പത്തെയാണ് ദേവാസുരന്മാർ തിരഞ്ഞെടുത്തത്. ഉഗ്രമായ കടശലിന് വിധേയനായി ക്ഷീണിച്ച വാസുകി അതിതീക്ഷ്ണമായ വിഷം ഛർദ്ദിച്ചു. മന്ദഗിരിയെ മുതുകിൽ വഹിച്ചുകൊണ്ട് നിന്നിരുന്ന ആമയുടെ പുറംതോട് ഉരഞ്ഞ് അത്യുഗ്രമായ തീജ്വാല ഉത്ഭവിച്ചു. വിഷവും തീജ്വാലകളും ചേർന്ന് കാളകൂട വിഷമായി ഭവിച്ചു. ഭയവിഭ്രാന്തരായ ദേവാസുരന്മാർ നാലുപാടുമോടി. ഒടുവിൽ അവർ സകല ആശ്രയ സംഗീതമായ കൈലാസത്തിലെത്തി ശ്രീ പരമേശ്വര പാതാരവിന്ദങ്ങളിൽ അഭയം പ്രാപിച്ചു. അങ്ങനെ കടക്കോലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് വിഷസർപ്പമായിട്ടുള്ള വാസുകീനെയാണ്. അങ്ങനെ വാസുകീനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് കടയുന്ന സമയത്ത് എന്തുണ്ടാവുകയാണ്? വാസുകിയുടെ വായിൽ നിന്നിങ്ങനെ വിഷം ഉണ്ടാവുകയും ആ വിഷം കാളിന്തിയില് പടരുകയും അങ്ങനെ ആ നദി വളരെയധികം കാളകൂട വിഷമായി. അതിനുശേഷം അതിലേക്ക് അതിതീക്ഷ്ണമായിട്ടുള്ള വിഷം ഛർദ്ദിക്കുകയും വാസുകി ഛർദ്ദിക്കുകയും അങ്ങനെ അത്യുഗ്രമായിട്ടുള്ള ഒരു മന്ദരഗിരിയെ മുതുകിൽ വഹിച്ചുകൊണ്ട് നിന്ന ആമയുടെ പുറന്തോട് ഉരയുകയും അങ്ങനെ ആ ഉരഞ്ഞ പുറന്തോട് നിന്നും അത്യുഗ്രമായിട്ടുള്ള ഒരു തീജ്വാല പ്രവഹിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ പ്രവഹിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആ നദിയിലുള്ള വിഷം ഒരു കാളകൂട വിഷമായിട്ട് മാറുകയാണ്. ശ്രീ മഹാദേവൻ കാരുണ്യപൂർവ്വം കാളകൂട വിഷം ഭുജിച്ചു. കഠിനമായ ആ വിഷം കണ്ടത്തിൽ ഉറച്ച് ഭഗവാൻ നീലകണ്ഠദേവനായി ഭവിച്ചു. ദേവാസുരന്മാർ വീണ്ടും പാലാഴിയെ കടയുവാൻ ആരംഭിച്ചു. പാൽക്കടലിൽ നിന്ന് ചിന്താമണി, പത്മനിധി, ഐരാവതം, കൽപ്പകം, കാമധേനു മുതലായ ഐശ്വര്യ പ്രതീകങ്ങളായ അനേകം വിശിഷ്ട വസ്തുവകകൾ ഉത്ഭവിച്ചു. പൂർണ്ണചന്ദ്രബിംബത്തെ പോലെ തേജോമയമാർന്ന സുവർണ കുംഭത്തിൽ ദേവാമൃതം ഉത്ഭവിച്ചു. താന്താങ്ങളുടെ ശക്തി കൊണ്ടാണ് അമൃത് സിദ്ധിച്ചതെന്ന് ദേവന്മാരും രാക്ഷസന്മാരും അവകാശപ്പെട്ടു. അവയുടെ തർക്കം മൂർച്ഛിച്ച് കലഹമായി യുദ്ധത്തിൽ കലാശിച്ചു. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? ഈ ദേവന്മാരും അസുരന്മാരും കൂടി ഇങ്ങനെ പാലാഴി കടയുന്ന സമയത്ത് ഇതുപോലെ വിഷം വരികയാണ്. അങ്ങനെ അത് കാളകൂട വിഷമായി മാറുകയാണ്. അപ്പം മഹാദേവനോട് പോയി ഈ ദേവന്മാരെല്ലാവരും മഹാദേവന്റെ കാൽക്കൽ വീണിട്ട് മഹാദേവനോട് പറയുകയാണ്, മഹാദേവ, ഇതുപോലെ കാളകൂട വിഷം വമിക്കുകയാണ്, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയുകയാണ്. ആ സമയത്ത് മഹാദേവൻ എന്ത് ചെയ്യുകയാണ്? ഈ കാളകൂട വിഷത്തെ പാനം ചെയ്യുകയാണ്. അങ്ങനെ മഹാദേവന്റെ ആ കഴുത്തിന്റെ അവിടെ എത്തുമ്പോഴേക്കും അത് താഴേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പാർവതി ദേവി വന്നിട്ട് ആ കഴുത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ പിടിക്കുകയും അങ്ങനെ അവിടെ ഒരു നീല കളറിൽ ഉണ്ടാവുകയും അങ്ങനെ അതിനുശേഷമാണ് ഭഗവാന് നീലകണ്ഠൻ എന്നുള്ള പേര് സിദ്ധിക്കുന്നത്. അപ്പൊ അങ്ങനെ
നീലകണ്ഠനായി ശിവഭഗവാൻ അറിയപ്പെടുകയാണ്. അങ്ങനെ ഭഗവാൻ അവരെ എല്ലാവരെയും രക്ഷിക്കുകയാണ് അവിടുന്ന്. അപ്പോൾ ഈ സമയത്ത് ഈ ദേവന്മാരും അസുരന്മാരും തമ്മിൽ തർക്കങ്ങൾ നടക്കുകയാണ്. എന്ത് തർക്കമാണ് നടക്കുന്നത്? ദേവന്മാരും അസുരന്മാരും തമ്മിൽ തർക്കങ്ങൾ നടക്കുകയാണ്. ഞങ്ങളുടെ ശക്തി കൊണ്ടാണ് അമൃത് സിദ്ധിച്ചത്. ആ സമയത്ത് അതിനുശേഷം അമൃത് വരുമ്പോൾ ദേവന്മാരും അസുരന്മാരും തമ്മിൽ തർക്കിക്കുകയാണ്. ഈ അമൃത് ഞങ്ങളുടെ ഇതുകൊണ്ടാണ് ഉണ്ടായതെന്ന് ദേവന്മാരും, അസുരന്മാരും പറയണം ഞങ്ങളുടെ ഇതുകൊണ്ടാണ് ഈ അമൃത് ഉണ്ടായതെന്ന് അസുരന്മാരും പറഞ്ഞു. അങ്ങനെ ദേവന്മാരും അസുരന്മാരും തമ്മിൽ പരസ്പരം കലഹിക്കുകയാണ്. ആ അവസരത്തിൽ അപ്രകാരം ഒരു യുദ്ധമുണ്ടാകുന്നത് അനുചിതമെന്ന് കരുതിയ ശ്രീ മഹാവിഷ്ണു യുദ്ധം ഒഴിവാക്കുന്നതിനും അസുരന്മാർക്ക് അമൃത് ലഭിക്കാതിരിക്കുന്നതിനും വേണ്ടി മാർഗം ആലോചിച്ചു. അദ്ദേഹം ക്ഷണമാത്രയിൽ മായാമോഹിനിയായി രൂപം പ്രാപിച്ച് അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. മായാമോഹിനിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി മതിമയങ്ങിയ അസുരന്മാർ പരസ്പരം മറന്ന് അവളുടെ ചുറ്റിലും കൂടി. അസുരന്മാരെ പോലെ ദേവന്മാരും മായാമോഹിനിയെ കാമിച്ചു. അപ്പോൾ വിഷ്ണുമായയായ മോഹിനി ഇപ്രകാരം മുര ചെയ്തു: ദേവാസുരന്മാരെ, നിങ്ങൾ തമ്മിൽ കലഹിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മുമ്പിൽ അമൃതകുംഭം ഇരിപ്പുണ്ട്, ഞാനും നിൽപ്പുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പൊ ഈ സമയത്ത് അമൃത് കടയുന്ന സമയത്ത് ദേവന്മാരും അസുരന്മാരും തമ്മിൽ തർക്കിക്കുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്യുകയാണ്? ഭഗവാൻ ഒരു മോഹിനി ദേവിയുടെ മോഹനനിൽ നിന്ന്, അതാണ് പറഞ്ഞത്, ഭഗവാനിൽ നിന്ന് ദേവി മോഹിനി രൂപം എടുക്കുകയാണ്. അങ്ങനെ ഭഗവാൻ മോഹിനി ദേവിയായി മാറുകയാണ്. എന്നിട്ട് അസുരന്മാര് നോക്കുമ്പോൾ അതിസുന്ദരിയായിട്ടുള്ള ഒരു ദേവി മോഹിനിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഭഗവാൻ. അപ്പോൾ അസുരന്മാര് ഇങ്ങനെ നോക്കുക. അപ്പോൾ ദേവി പറയുകയാണ്, മോഹിനി, അതായത് ഭഗവാൻ തന്നെയാണ്, ശ്രീകൃഷ്ണൻ തന്നെയാണ് ആ മോഹിനിയായിട്ട് മാറിയത്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാൻ പറയുകയാണ്, ആ മോഹിനി രൂപത്തിൽ വന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് അമൃത കുംഭമാണോ വേണ്ടത് അതോ എന്നെയാണോ വേണ്ടത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം എന്ന് അസുരന്മാരോട് ദേവി പറയുകയാണ്. ഇത് കേട്ട് വിവേകമതികളായ ദേവന്മാർ മായാമോഹിനിയിൽ തങ്ങൾക്കുണ്ടായ അഭിനിവേശം വെടിഞ്ഞ് തങ്ങൾക്ക് ജരാനരകളകറ്റി നിത്യയൗവനം പ്രദാനം ചെയ്യുന്ന അമൃത് മതിയെന്ന് വെച്ചു. അപ്പൊ ഇത് കേട്ടിട്ട് വിവേകമതികളായിട്ടുള്ള ദേവന്മാർ എന്ത് ചെയ്യുകയാണ്? മായാമോഹിനിയിൽ തങ്ങൾക്കുണ്ടായിട്ടുള്ള അഭിനിവേശം വെടിഞ്ഞിട്ട് തങ്ങൾക്ക് ജരാനരകളായി അകറ്റി നിത്യ യൗവനം പ്രദാനം ചെയ്താൽ മതി എന്ന് പറയുകയും അങ്ങനെ അമൃത് മതിയെന്ന് ദേവന്മാര് വിചാരിക്കുകയാണ്. എന്നാൽ കാമം, മോഹം, അഹങ്കാരം മുതലായ ദുർഗുണങ്ങളുടെ വിളനിലങ്ങളായ അസുരന്മാർ മായാമോഹിനിയുടെ സർപ്പസൗന്ദര്യത്തിൽ മയങ്ങി തങ്ങൾക്ക് മോഹിനിയെ മതിയെന്ന് അറിയിച്ചു. അപ്പൊ അസുരന്മാരെന്ത് ചെയ്യുകയാണ്? ആ മോഹിനിയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയിട്ട് തങ്ങൾക്ക് മോഹിനിയെ മതി എന്ന് അസുരന്മാര് കരുതുകയാണ്, മതിയെന്ന് അറിയിക്കുകയാണ്. അപ്പോൾ ചിരിച്ചുകൊണ്ട് മായാമോഹിനി ഇപ്രകാരം ഉര ചെയ്തു: പൗരുഷമുള്ള പുരുഷന്മാർ അസുരന്മാർ തന്നെ, പക്ഷേ ഞാൻ ഏകയും നിങ്ങൾ അനേകരുമാണ്. നിങ്ങൾ എപ്രകാരമാണ് ഏകകാലത്തിൽ എന്നെ ലഭിക്കുന്നത്? അതിനാൽ നിങ്ങളിൽ വീരാതിവീരനാണെന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തുക. ആ അസുരവീരന് ഞാൻ സ്വന്തമാകുന്നതാണ്. അപ്പോ മോഹിനി ദേവി പറയുകയാണ്, നിങ്ങൾ ഒരുപാട് പേരുണ്ടല്ലോ അസുരന്മാര്, അപ്പൊ ഇവരെ എല്ലാവരെയും കൂടി എനിക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നതല്ലോ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളിൽ ആരാണ് വീരന്മാര് എന്നുള്ള ആ ഒരു നിങ്ങളിൽ വീരന്മാർ ആരാണെന്ന് പരസ്പരം തെളിയിക്കണം. എങ്കിൽ മാത്രമേ അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെയുള്ളവരെ മാത്രം, അങ്ങനെ വീരനായിട്ട് മാറുന്ന ആ അസുരനെ മാത്രമേ എനിക്ക് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മോഹിനി ദേവി പറയുകയാണ്. തുടർന്ന് തങ്ങളിൽ ആരാണെന്ന് അറിയുന്നതിന് അസുരന്മാർ തമ്മിൽ യുദ്ധം ആരംഭിച്ചു. ആ ബലപരീക്ഷണത്തിൽ പലരും അംഗവിഹീനന്മാരാക്കപ്പെട്ടു, പലരും മരണപ്പെട്ടു, മറ്റു പലരും പ്രാണഭയത്താൽ ഓടിയൊളിച്ചു. അപ്പം തുടർന്ന് എന്ത് ചെയ്യുകയാണ്? വീരാതിവീരന്മാരാണെന്ന് അറിയുന്നതിന് അസുരന്മാർ തമ്മിൽ യുദ്ധം ആരംഭിക്കുകയാണ്. അങ്ങനെ ഘോരമായിട്ടുള്ള യുദ്ധം നടക്കുകയാണ്. ആ ബലപരീക്ഷണങ്ങളിൽ പലരും എന്ത് ചെയ്യുകയാണ്? അംഗവിഹീനരായി മാറുകയാണ്. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അസുരന്മാർ തമ്മിൽ തർക്കിച്ച് മരണപ്പെടുകയാണ്. മറ്റു പലരും പ്രാണഭയത്താൽ ഓടി ഒളിക്കുകയാണ്. അങ്ങനെ മറ്റു പലരും എന്ത് ചെയ്യുകയാണ്? പ്രാണഭയത്താൽ ഓടി ഒളിക്കുകയാണ്.
അസുരന്മാരിൽ ബുദ്ധിമാന്മാരായ 2 അസുരന്മാർ യുദ്ധത്തിൽ പങ്കുചേരാതെ ദേവരൂപം പ്രാപിച്ച് മാറി നിന്നു. മോഹിനി രൂപം ഉപേക്ഷിച്ച ശ്രീ മഹാവിഷ്ണു ദേവന്മാർക്ക് അമൃത് വിളമ്പിയപ്പോൾ അമൃതപാനത്തിന് ശേഷം അവരും അത് ആഹരിച്ച ശേഷമാണ് അവർ അസുരന്മാരാണെന്ന് തിരിച്ചറിയുവാൻ സാധിച്ചത്. ആ രഹസ്യം മനസ്സിലാക്കിയ സൂര്യചന്ദ്ര ദേവന്മാർ വിവരം വിഷ്ണുദേവനെ ഉണർത്തിച്ചു. അമൃത് വിളമ്പുവാനായി ഉപയോഗിച്ച തവി കൊണ്ട് അസുരന്മാരുടെ ശിരസിൽ ശ്രീ മഹാവിഷ്ണു പ്രഹരിച്ചു. പ്രഹരമേറ്റ് അവരുടെ ശിരസുകൾ പിളർന്നു. അമൃത് ഗളത്തെ പ്രാപിച്ചപ്പോൾ ശിരസിൽ ആഘാതമേറ്റ് പിളർന്നതിനാൽ ആ അസുരദേവന്മാരുടെ ശരീരങ്ങൾ നശിച്ചുപോയി. എങ്കിലും അമൃതപാനം ചെയ്തിരുന്നതിനാൽ ശിരസുകൾ നശിക്കാതെ നിന്നു. നാശമില്ലാതെ ആ ശിരസുകളെ നോക്കി ശ്രീ വിഷ്ണുദേവൻ ഇപ്രകാരം അരുളി ചെയ്തു: അമൃതപാനം ചെയ്തതിനാൽ നിങ്ങൾ ഇരുവരും ദേവലോകം പ്രാപിച്ച് ഗ്രഹങ്ങളായി മാറുക. ശ്രീ മഹാവിഷ്ണു വചനം അനുസരിച്ച് അമൃതപാനം ചെയ്ത അസുരന്മാർ രാഹുഗ്രഹമായും കേതുഗ്രഹമായും ഭവിച്ചു. ദേവി തുടർന്നുള്ള കഥ ദേവി അറിഞ്ഞിരിക്കുവാനിടയില്ല, അതുകൂടി ശ്രവിച്ചാൽ. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുകയാണ്? വിഷ്ണു ഭഗവാൻ മോഹിനി രൂപത്തില് ദേവന്മാർക്കെല്ലാം അമൃത് കൊടുക്കുകയാണ്. അങ്ങനെ ദേവന്മാരെല്ലാം ആ അമൃത് സേവിക്കുകയാണ്. ദേവന്മാർ ആ അമൃത് സേവിക്കുന്നതിലൂടെ അവർക്ക് വീണ്ടും അവരുടെ യൗവനങ്ങളും അമരത്വവും ഒക്കെ പ്രാപ്തമാവുകയാണ്. അപ്പോൾ ഈ സമയത്ത് 2 അസുരന്മാര് ദേവന്മാരുടെ വേഷം ധരിച്ചുകൊണ്ട് അമൃതപാനം ചെയ്യുകയാണ്. അപ്പോ ഇത് കാണുമ്പോ സൂര്യദേവനും ചന്ദ്രദേവനും ഭഗവാനോട് പറയുകയാണ്, ഇവര് അസുരന്മാരാണ്, ഇവര് വേഷം മാറിക്കൊണ്ടാണ് അമൃത് ഭക്ഷിച്ചിരിക്കുന്നതെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന മഹാവിഷ്ണു ഭഗവാൻ എന്ത് ചെയ്യുകയാണ്? ആ അസുരന്മാരുടെ തലയിൽ ഇങ്ങനെ കൊട്ടുകയാണ്. വേറൊരിതിൽ പറയുന്നത് സുദർശന ചക്രം ഉപയോഗിച്ച് തല അറക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ തലയിൽ ഇങ്ങനെ പ്രഹരിക്കുകയാണ്. ശിരസിൽ മഹാവിഷ്ണു പ്രഹരിച്ചു. പ്രഹരമേറ്റ് അവരുടെ ശിരസുകൾ പിളർക്കുകയാണ്. അങ്ങനെ പിളർന്ന് ഉടല് വേറെ തല വേറെ ആ ഒരു രീതിയിൽ മാറുകയാണ്. ശിരസ് വേറെ ആ ഒരു രീതിയിൽ മാറുകയാണ്. പക്ഷെ ഈ ഉടല് നശിക്കുകയാണ്, ശിരസ് മാത്രം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്ത് അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അമൃതപാനം ചെയ്തതുകൊണ്ട് അവരുടെ ശിരസ് പൂർണ്ണമായിട്ട് നശിച്ചിട്ടില്ല. അപ്പോ രാഹു കേതു ഗ്രഹങ്ങളായിട്ട് ദേവന്മാരിൽ രാഹു കേതു ഗ്രഹങ്ങളായിട്ട് മാറി ദേവലോകം പ്രാപിച്ച് ഗ്രഹങ്ങളായി മാറുവാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഭഗവാൻ അവരോട് കൽപ്പിക്കുകയാണ്. അങ്ങനെ അതുപോലെ തന്നെ ദേവിയോട് പിന്നെ പറയുകയാണ്, ദേവി തുടർന്നുള്ള കഥ ദേവി അറിഞ്ഞിരിക്കുവാൻ ഇടയില്ല, അതുകൂടി ശ്രവിച്ചാലും എന്ന് പറയുകയാണ്. ഇപ്രകാരം ദേവേന്ദ്രൻ വീണ്ടും കഥ തുടർന്നു. ദേവന്മാർക്ക് അമൃത് വിളമ്പിയ ശേഷം വിഷ്ണുദേവൻ മായാമോഹിനി രൂപം പ്രാപിച്ച് പാൽക്കടലോരത്ത് ലാസ്യഭാവത്തോടെ നിന്നു. ഭഗവാന്റെ മായാലീലകൾ ഓരോന്നും ഓരോ മഹത് ലക്ഷ്യത്തിന് വേണ്ടിയുള്ളവയാണ്. അവയിൽ നിന്നുത്ഭവിക്കുന്ന മഹിമകൾ ലോക നന്മയ്ക്ക് വേണ്ടിയുള്ളവയുമാണ്. അപ്പോൾ ഇപ്രകാരം ദേവേന്ദ്രൻ വീണ്ടും കഥ തുടരുകയാണ്. ദേവന്മാർക്ക് അമൃത് വിളമ്പിയതിനു ശേഷം ഭഗവാൻ എങ്ങനെയാണ് വിഷ്ണുദേവൻ മായാമോഹിനി രൂപം വീണ്ടും പ്രാപിച്ചുകൊണ്ട് പാൽക്കടലോരത്ത് ഭാവത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ എന്താ പറയാ, ഭഗവാൻ ശ്രീകൃഷ്ണൻ നാരായണൻ ഇങ്ങനെ ഒരുപാട് ലീലകൾ ആടാറുണ്ടല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ അങ്ങനെ ലീലകൾ ആടുന്നത്? ആ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ അങ്ങനെ ലീലകൾ ആടുന്നത്, അല്ലെങ്കിൽ ഓരോ അവതാരങ്ങൾ എടുക്കുന്നതല്ലേ. അപ്പൊ അങ്ങനെ ഭഗവാൻ ഈ ഒരു മോഹിനി ദേവിയുടെ അവതാരം എടുത്തതാണ്. അപ്പൊ ഇതുപോലെ ഭഗവാൻ ഒരുപാട് അവതാരങ്ങൾ എടുത്തിട്ടുണ്ടല്ലേ. ഇതെല്ലാം ആ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ അസുരന്മാരിൽ നിന്ന് ദേവന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദുഷ്ടരായിട്ടുള്ളവരിൽ നിന്ന് നല്ലവരെ സജ്ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഓരോ സമയത്തും ഓരോ അവതാരങ്ങൾ എടുക്കുന്നതല്ലേ. അതാണ് ഇവിടെ പറയുന്നത്. ശ്രീ പരമേശ്വരന് ചതുർവിധ ശക്തികളുണ്ട്. ലോകസൃഷ്ടി ചെയ്യുന്ന ജഗത്മാതാവായും ലോകരക്ഷ ചെയ്ത് അനുഗ്രഹിക്കുന്ന ശ്രീ മഹാവിഷ്ണുവായും കോപക്രാന്തയായി ലോകസംഹാരം നടക്കുന്ന ശ്രീഭദ്രകാളിയായും ലോക നന്മകളെ നിലനിർത്തുന്നതിനായി അടരാടുന്ന ശ്രീ ദുർഗാദേവിയായും വിളങ്ങി നിൽക്കുന്ന ആദിശക്തി സാക്ഷാൽ ശ്രീ പരമേശ്വരൻ തന്നെ അത്രേ.
അതുപോലെ തന്നെ ശ്രീ പരമേശ്വരനും ചതുർവിധ ശക്തികളുണ്ടെന്നാണ് പറയുന്നത്. അത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക സൃഷ്ടി ചെയ്യുന്ന ജഗത് മാതാവായും അതുപോലെ തന്നെ ലോകരക്ഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ശ്രീ മഹാവിഷ്ണുവായും കോപക്രാന്തനായി ലോകസംഹാരം നടത്തുന്ന ശ്രീ ഭദ്രകാളിയായും ലോക നന്മകളെ നിലനിർത്തുന്നതിനായി അടരാടുന്ന ശ്രീ ദുർഗാദേവിയായും വിളങ്ങി നിൽക്കുന്ന ആദിശക്തി സാക്ഷാൽ ശ്രീ പരമേശ്വരൻ തന്നെ അത്രേ എന്നാണ് പറയുന്നത്. അപ്പോൾ മഹാവിഷ്ണുവും ദുർഗാദേവിയും ആദിപരാശക്തിയും എല്ലാം ആരാണ്? ആ മഹാദേവൻ തന്നെയാണ്, അല്ലെങ്കിൽ ആ മഹാദേവനിൽ നിന്ന് തന്നെ വന്നതാണ് മഹാവിഷ്ണുവും എല്ലാ ദേവിദേവന്മാരും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. തന്റെ ചതുർവിധ ശക്തികളിൽ മഹാവിഷ്ണുവും ഒരു ശക്തിയാണെന്നുള്ള പരമാർത്ഥം ലോക സമക്ഷം ഉണർത്തുന്നതിനായി സുന്ദര സ്വരൂപനായ ശ്രീ പരമേശ്വരൻ പാലാഴി തീരത്ത് ആഗതനായി. മറ്റൊരു ലക്ഷ്യം കൂടി ശ്രീ പരമേശ്വര വിഷ്ണു ശക്തികളുടെ സംയോഗത്തിൽ അന്തർലീനമായിരുന്നു. അസുര നിഗ്രഹത്തിന് ശ്രീധർമ്മശാസ്താവതാരം സാക്ഷാത്കരിക്കുക എന്നതായിരുന്നു അത്. അപ്പോൾ തന്റെ ചതുർവിധ ശക്തികളിൽ മഹാവിഷ്ണുവും ഒരു ശക്തിയാണെന്നുള്ള പരമാർത്ഥം ലോക സമക്ഷം ഉണർത്തുന്നതിനായി സുന്ദര സ്വരൂപനായിട്ടുള്ള ശ്രീ പരമേശ്വരൻ പാലാഴി തീരത്ത് ആഗതനാവുകയാണ്. ആ സമയത്ത് ഇത് തന്നെയാണ് തന്റെ ശക്തികളിൽ ഒരാൾ തന്നെയാണ് മഹാവിഷ്ണു എന്നുള്ള ആ ഒരു തത്വം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പരമശിവൻ എവിടേക്ക് എത്തുകയാണ്? മഹാവിഷ്ണുവിന്റെ അടുത്തേക്ക്, ഭഗവാന്റെ അടുത്തേക്ക് എത്തുകയാണ്. മറ്റൊരു ലക്ഷ്യം കൂടി ശ്രീ പരമേശ്വര വിഷ്ണു ശക്തികളുടെ സംയോഗത്തിൽ അന്തർലീനമായിരുന്നു. അസുര നിഗ്രഹത്തിന് ശ്രീധർമ്മശാസ്താവതാരം സാക്ഷാത്കരിക്കുക എന്നതായിരുന്നു അത്. അപ്പം അസുര നിഗ്രഹത്തിന് വേണ്ടിയിട്ട് ശ്രീധർമ്മശാസ്താവ് അവതരിക്കണം. ആ അവതാര ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് മഹാദേവൻ എവിടേക്ക് എത്തുന്നത്? മഹാവിഷ്ണുവിന്റെ അടുത്തേക്ക്, ആ മോഹിനി രൂപത്തിൽ നിൽക്കുന്ന ആ മഹാവിഷ്ണു ഭഗവാന്റെ, ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്തേക്ക് എത്തുന്നത്. ശ്രീ മഹാദേവ സുന്ദരാകാരത്തിൽ ആകൃഷ്ടയായ മായാമോഹിനി ദേവനെ കാമിച്ചു. ശ്രീ പരമേശ്വരനും വിഷ്ണുമായ എന്ന ശിവശക്തിയെ മോഹിച്ചു. പത്നിയുടെയും പതിയുടെയും മാതാവിന്റെയും ശിശുവിന്റെയും സ്നേഹിതന്മാരുടെയും സ്നേഹവാത്സല്യങ്ങൾക്കെല്ലാം നിദാനം ശിവശക്തികളുടെ അന്യോന്യമുള്ള സ്നേഹപ്രവാഹമാണ്. ശക്തി എന്ന വിഷ്ണുമായാൽ ശ്രീ പരമേശ്വരൻ മോഹിതനായി. ഹരിഹര സംയോഗത്തിൽ നിന്ന് ഹരിഹര പുത്രോത്ഭവമുണ്ടായി. കറുത്ത ഗാത്രവും ചുവന്ന ജടാമുടിയും തൃക്കരങ്ങളിൽ ആയുധങ്ങളും കണ്ടത്തിൽ വിളങ്ങുന്ന മണിയുമായി ശ്രീ മണികണ്ഠദേവൻ അവതരിച്ചു. അങ്ങനെ മായാമോഹിനി, ആ മോഹിനി ദേവിയുടെ രൂപത്തില് ശിവഭഗവാനും ആകൃഷ്ടനാവുകയാണ്. അതുപോലെ ആ ശിവഭഗവാന്റെ സുന്ദരാകാരത്തില് ആകൃഷ്ടയായി മായാമോഹിനി ദേവിയും മാറുകയാണ്. അങ്ങനെ അവർ സംഗമിക്കുകയാണ്. ആ സംഗമത്തിലൂടെ അയ്യപ്പൻ ശ്രീ ശാസ്താവ് ഉണ്ടാവുകയാണ്, ജനിക്കുകയാണ്. ഈ ശാസ്താവ് ഹരിഹര സംയോഗത്തിൽ നിന്ന് ഹരിഹര പുത്രോത്ഭവം ഉണ്ടാവുകയും കറുത്ത ഗാത്രങ്ങളിൽ ചുവന്ന ജടാമുടിയും, അതായത് കറുത്ത ഗാത്രങ്ങളിൽ ചുവന്ന ജടാമുടി, ജടയുള്ള മുടിയും, അതുപോലെ തൃക്കരങ്ങളിൽ ആയുധങ്ങളും, തൃക്കരങ്ങളിലെല്ലാം ആയുധങ്ങളും, ഖണ്ഡത്തിൽ വിളങ്ങുന്ന മണിയും ആയിട്ട് ശ്രീ മണികണ്ഠദേവൻ അവതരിക്കുകയാണ്. അനേക ശക്തികളും ദിവ്യായുധങ്ങളും ത്രിലോകാധിപത്യവും ആദിദേവനായകത്വവും ശിവഭൂത ഗണനായകത്വവും ഹരിഹരപുത്രൻ അരുളി ചെയ്തു. ശ്രീധർമ്മശാസ്താവെന്നും അയ്യപ്പനെന്നും ശ്രീ മണികണ്ഠദേവനെന്നും ആ ദിവ്യജാതന് വിളിപ്പേരുകളുണ്ടായി. ശ്രീ അയ്യപ്പാവതാരം സാക്ഷാത്കരിച്ച ശേഷം ശ്രീ പരമേശ്വരൻ അന്തർദാനം ചെയ്തു. ഇപ്രകാരം കഥ പറഞ്ഞ് അവസാനിപ്പിച്ച ശേഷം ഇന്ദ്രൻ പത്നിയോട് പറഞ്ഞു, ഭൂതഗണങ്ങളുമൊത്ത് ലോകനന്മ ചെയ്തരുളുന്ന ശ്രീധർമ്മശാസ്താവ് നിശ്ചയമായും ദേവിയെ കാത്തുരക്ഷിക്കുന്നതാണ്. ഭഗവത് ശക്തിയെ കുറിച്ചറിഞ്ഞ് ഇന്ദ്രാണി ദേവേന്ദ്രനെ പിരിഞ്ഞ് ശീർക്കാഴിയിൽ തനിച്ചു വസിച്ചു കൊള്ളാമെന്ന് സമ്മതിച്ചു. അപ്പോൾ എന്നിട്ട് പറയുകയാണ്, അങ്ങനെയുള്ള ആ ശ്രീ മണികണ്ഠ ഭഗവാൻ, അതായത് വിഷ്ണു ഭഗവാന്റെയും ശിവഭഗവാന്റെയും അംശഭൂജാതനായിട്ടുള്ള ആ ശ്രീ ശാസ്താവ് മണികണ്ഠ ഭഗവാൻ ഇന്ദ്രാണി ദേവിയെ സംരക്ഷിച്ചു കൊള്ളുന്നതാണ്. അതുകൊണ്ട് ധൈര്യമായി ഇവിടെ തന്നെ ഇരുന്നുകൊള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് നാരദൻ പോവുകയാണ്. അപ്പൊ അത് അനുസരിച്ചുകൊണ്ട് ഇന്ദ്രാണി ദേവി അവിടെ ഇരിക്കുകയാണ്.
ശ്രീധർമ്മശാസ്താവ് നിശ്ചയമായും ദേവിയെ കാത്തുരക്ഷിക്കുന്നതാണ്. ഭഗവത് ശക്തിയെക്കുറിച്ചറിഞ്ഞ ഇന്ദ്രാണി ദേവേന്ദ്രനെ പിരിഞ്ഞ് ശിർക്കാഴിയിൽ തനിച്ചു വസിച്ചു കൊള്ളാമെന്ന് സമ്മതിച്ചു. ദേവേന്ദ്രൻ മനസ്സുരുകി ശ്രീഭൂതനാഥനെ പ്രാർത്ഥിച്ചു. ഭൂതഗണാതി സേവിതനായി മുന്നിൽ പ്രത്യക്ഷപ്പെട്ട അയ്യപ്പ സ്വാമിയോട് തന്റെ ശോചനീയ അവസ്ഥ ദേവേന്ദ്രൻ ഉണർത്തിച്ചു. ശ്രീധർമ്മശാസ്താവെ, ശൂരപത്മാതി രാക്ഷസന്മാരാൽ അടിമകളാക്കപ്പെട്ട് ദുഃഖം അനുഭവിക്കുന്ന അടിയങ്ങൾ പാപവിമോചനാർത്ഥം ശ്രീ പരമേശ്വര തൃപ്പാദങ്ങളിൽ അഭയം പ്രാപിക്കുന്നതിന് കൈലാസാദ്രിയിലേക്ക് പോകുകയാണ്. നീചന്മാരായ രാക്ഷസന്മാരിൽ നിന്ന് ഇന്ദ്രാണിയെ രക്ഷിച്ചു കൊള്ളാൻ കനിവുണ്ടാകണേ. ശ്രീ അയ്യപ്പൻ ദേവേന്ദ്രനെ ആശ്വസിപ്പിച്ചു. ദേവേന്ദ്ര പത്നിയെ ആപത്തുകളൊന്നും കൂടാതെ സംരക്ഷിക്കാൻ സേനാനായകനായ മഹാകാളരെ അദ്ദേഹം നിയോഗിച്ചു. ഇന്ദ്രാണിയോട് യാത്ര പറഞ്ഞ ദേവേന്ദ്രൻ ദേവന്മാരുമൊത്ത് കൈലാസഗിരിയിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ ദേവേന്ദ്രൻ അയ്യപ്പനോട് പറയുകയാണ്, ഞങ്ങള് യുദ്ധത്തിനായിട്ട് പുറപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ ഇന്ദ്രാണി മാത്രമേ ഉള്ളൂ, ഇന്ദ്രാണിയെ സംരക്ഷിച്ചു കൊള്ളാൻ പറയുകയാണ്. അങ്ങനെ അയ്യപ്പ സ്വാമി എന്ത് ചെയ്യുകയാണ്, അയ്യപ്പ ഭഗവാൻ ശാസ്താവ് എന്ത് ചെയ്യുകയാണ്, ദേവേന്ദ്ര പത്നിയെ ആപത്തുകളിലൊന്നും ഒരു ആപത്തുകളും വരാതെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് സേനാനായകനായിട്ടുള്ള മഹാകാളരെ നിയോഗിക്കുകയാണ്. അതിനുശേഷം ഇന്ദ്രാണിയോട് യാത്ര പറഞ്ഞുകൊണ്ട് ആര് പോവുകയാണ്, ഇന്ദ്രദേവൻ പോവുകയാണ്. ദേവന്മാരുമൊത്ത് ദേവേന്ദ്രൻ കൈലാസാദ്രിയിലെത്തി. പ്രധാന ഗോപുര കവാടത്തിലെത്തിയ ദേവരാജാവ് നന്ദികേശ്വരനെ വന്ദിച്ച് ശ്രീ പരമേശ്വരൻ ദേവനെ ദർശിക്കുന്നതിന് അനുവാദം നൽകണമെന്ന് അപേക്ഷിച്ചു. എന്നാൽ ശ്രീ മഹാദേവൻ സനകാദി മഹർഷിമാർക്ക് മൗനനിഷ്ഠാ വ്രതത്തെക്കുറിച്ച് ഉപദേശിക്കുകയാണെന്നും ആരെയും സർവേശ്വര സന്നിധിയിലേക്ക് കടത്തിവിടാൻ അനുവാദമില്ലെന്നും ദേവേന്ദ്രനെ നന്ദികേശ്വരൻ അറിയിച്ചു. വിവരമറിഞ്ഞ് ദേവേന്ദ്രൻ വ്യാകുലപ്പെട്ടു. രാക്ഷസ പീഡകളേറ്റ് ശരീരവും ഹൃദയവും തളർന്ന അവശനായ ഇന്ദ്രൻ നന്ദിദേവനോട് ഇപ്രകാരം മുര ചെയ്തു. നന്ദിദേവരെ, ധർമ്മനീതികൾ എന്തെന്നറിയാത്ത രാക്ഷസ പരുഷകൾക്ക് ദാസ്യവൃത്തികൾ ചെയ്ത് ഞങ്ങൾക്ക് മതിയായി. ഞങ്ങളുടെ ആവലാദികൾ ശ്രീ മഹാദേവനെ ഉണർത്തിക്കാമെന്ന് കരുതിയാണ് കൈലാസത്തിൽ വന്നത്. ഞങ്ങൾ അനുഭവിക്കുന്ന യാതനകൾ സർവേശ്വരൻ ചെവിക്കൊള്ളുമെങ്കിൽ തൽക്ഷണം തന്നെ ശൂരപത്മാസുരനെ ദേവൻ സംഹരിക്കുന്നതാണ്. അപ്രകാരം സംഭവിച്ചാൽ ഞങ്ങൾ സ്വതന്ത്രരാകും. എന്നാൽ ഞങ്ങളുടെ ധർമ്മസങ്കടാവസ്ഥ കാണാതിരിക്കുവാൻ വേണ്ടിയാണ് ശ്രീ പരമേശ്വര ദേവൻ മൗനനിഷ്ഠ അവലംബിക്കുന്നത് എന്ന് വരുമോ എന്ന് തുടങ്ങി തന്റെ മനസ്സിൽ ഉയർന്നു വന്ന സന്ദേഹങ്ങളെല്ലാം എണ്ണി എണ്ണി പറഞ്ഞ് ഇന്ദ്രൻ പരിതപിച്ചു. അങ്ങനെ ഇന്ദ്രഭഗവാൻ എന്ത് ചെയ്യുകയാണ്, ദേവന്മാരുമൊത്ത് കൈലാസാദ്രിയിൽ എത്തുകയാണ്. അപ്പോൾ അവിടെ പ്രധാന ഗോപുര കവാടത്തിലെത്തിയ ദേവരാജാവ് നന്ദികേശ്വരനെ വന്ദിച്ചുകൊണ്ട് ശ്രീ പരമേശ്വരനെ ദർശിക്കുവാനുള്ള അനുവാദം ചോദിക്കുകയാണ്. അപ്പോൾ നന്ദികേശ്വരൻ അവരെ തടഞ്ഞു വെക്കുകയാണ്. ആ സമയത്ത് ദേവന്മാർ പറയുകയാണ്, ദുഷ്ടരായിട്ടുള്ള അസുരന്മാരുടെ ദാസ്യവൃത്തി ചെയ്യുകയാണ് നമ്മൾ. ദേവന്മാരെല്ലാവരും ഇപ്പോൾ ദുഷ്ടരായിട്ടുള്ള അസുരന്മാരുടെ ആധിപത്യം, അസുരന്മാർ ഈ ലോകത്ത് ആധിപത്യം സ്വീകരിച്ചു. നമ്മുടെ എല്ലാം അവര് വഞ്ചനയാലും ചതിയാലും ക്രൂരതയാലും നമ്മുടെ എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും നമ്മുടെ എല്ലാ സ്വത്ത് വകകളും എല്ലാം ആ ദുഷ്ടന്മാര് അപഹരിച്ചെടുത്തു. അത് കാരണം ഞങ്ങൾ ദേവന്മാരെല്ലാം വളരെയധികം വിഷമിക്കുകയാണ്. ഞങ്ങളെ ദേവന്മാരെ എല്ലാം അവര് ദാസ്യവൃത്തി ചെയ്യിപ്പിക്കുകയാണ്. ദാസന്മാരാക്കിയും ദാസിമാരാക്കിയും അവര് വെച്ചിരിക്കുകയാണ്. അങ്ങനെ അത്രയും ക്രൂരന്മാരായിട്ട് ആ അസുരന്മാരവിടെ വിലസുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആ ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാരുടെ കയ്യിൽ നിന്ന് ഈ ദേവന്മാരായിട്ടുള്ള ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കണമേ ഭഗവാനെ, രക്ഷിക്കണമേ എന്ന് ഭഗവാനോട്, ശ്രീ പരമേശ്വര ഭഗവാനോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ദേവന്മാരെല്ലാവരും ഈ കൈലാസാദ്രിയിൽ എത്തിച്ചേർന്നത് എന്ന് ദേവന്മാർ പറയുകയാണ്. ദേവലോകവും ദേവരാജ പദവിയും നഷ്ടപ്പെട്ടതാൻ ഭൂലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഈശ്വരസ്തുതി ചെയ്ത് മനസമാധാനത്തോടെ ജീവിക്കാമെന്ന് കരുതിയപ്പോൾ തന്നെ കാരാഗൃഹത്തിൽ അടയ്ക്കുവാനും തന്റെ പത്നിയെ അപഹരിച്ച് സ്വന്തമാക്കുവാനും രാക്ഷസന്മാർ കച്ചയും മുറുക്കി നടക്കുകയാണ്. മനോദുഃഖങ്ങളെല്ലാം ശ്രീ പരമേശ്വര ദേവനെ ഉണർത്തിക്കാമെന്ന് കരുതി കൈലാസാദ്രിയിൽ എത്തിയപ്പോൾ ഈശ്വരൻ മൗനനിഷ്ഠ അവലംബിക്കുന്നു. അഭയസ്ഥാനങ്ങളെല്ലാം നഷ്ടപ്പെട്ട ധർമ്മ സങ്കടാവസ്ഥയെ പ്രാപിച്ച ദേവന്മാരുമൊത്ത് കൈലാസഗിരിയുടെ ഒരു ഭാഗത്ത് ശ്രീ പരമേശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടി.
അപ്പോൾ അങ്ങനെ നന്ദി ഭഗവാൻ അവിടേക്ക് കടത്തിവിടുകയും അങ്ങനെ നന്ദി ഭഗവാൻ കടത്തിവിടുന്നതോടുകൂടി ദേവേന്ദ്രൻ തങ്ങളുടെ ദേവന്മാരുടെ ദുഃഖങ്ങളെല്ലാം തന്നെ ആരോട് പറയുകയാണ്? പരമേശ്വരനോട് പറയുകയാണ്. പക്ഷേ പരമേശ്വരൻ ഭഗവാൻ ഇതെല്ലാം കേട്ടിട്ട് മൗനം ധ്യാനത്തിലിരിക്കുകയാണ്, മൗനനിഷ്ഠ പ്രാപിക്കുകയാണ്. അതിന് യാതൊരു വിധത്തിലുള്ള മറുപടിയും ഒന്നും തന്നെ ഉരിയാടാതെ ഭഗവാൻ ഇങ്ങനെ മൗനനിഷ്ഠയിലിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ ദേവന്മാർക്ക് വളരെയധികം സങ്കടമാവുകയാണ്. അങ്ങനെ അവരെന്ത് ചെയ്യുകയാണ്? ദേവന്മാരെല്ലാവരും കൂടി ചേർന്ന് വളരെയധികം ധർമ്മസങ്കടാവസ്ഥ പ്രാപിച്ച ദേവേന്ദ്രൻ ദേവന്മാരുമായിട്ട് കൈലാസഗിരിയുടെ ഒരു ഭാഗത്ത് പോയി ഇരിക്കുകയും അവിടെ പോയിരുന്ന് ശ്രീ പരമേശ്വര ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് ദിനരാത്രങ്ങൾ കഴിച്ചു കൂട്ടുകയാണ്. ഹരഹര മഹാദേവ, ഹരഹരോ ഹരഹര. ഈ ഒരു ഭാഗം ഇന്നിവിടെ അവസാനിച്ചു. ഇനി അടുത്തത് പീഡനകാലം എന്നുള്ള ഭാഗമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതിൽ പറയുന്ന പോലെ തന്നെയാണല്ലേ നമുക്കും ഓരോരോ അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. ഓരോ ദുഷ്ടരായിട്ടുള്ള അസുരന്മാരെ പോലുള്ള ക്രൂര മനസ്സുള്ളവർ വന്നിട്ടാണ് അത് ഈ ദേവലോകങ്ങളിൽ മാത്രമല്ല സംഭവിക്കുന്നത്, നമ്മുടെ ഭൂമിയിലും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടല്ലേ. ദുഷ്ടരായിട്ടുള്ള ആൾക്കാർ വന്നിട്ട്, ക്രൂരരായിട്ടുള്ളവർ വന്നിട്ട് പാവങ്ങളുടെ എല്ലാം അപഹരിച്ചെടുക്കുകയും പല ക്രൂരതകളും വഞ്ചനകളും ചതികളും ചെയ്തുകൊണ്ട് അവർക്ക് അവകാശപ്പെട്ട െല്ലാം അപഹരിച്ചെടുക്കുകയും അവരെ അടിച്ച് താഴ്ത്തുകയും ചെയ്യും അല്ലെ. അതുപോലെ തന്നെ അധികാരത്തിലിരിക്കുന്നവരും ഉയർന്ന തലങ്ങളിൽ ഇരിക്കുന്നവരും എന്ത് ചെയ്യുക? താഴെയുള്ള മനുഷ്യരെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഒരു രാജാവിന്റെ ധർമ്മം എന്താണെന്നുള്ളത് രാജഭരണ കാലത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഈ കാലഘട്ടത്തില് അങ്ങനെ രാജഭരണം അല്ല, വേറൊരു ഭരണമാണ്, സർക്കാർ ഇതായിട്ടുള്ള ഭരണം ആവുമ്പോഴേക്ക് താഴേക്കിടയിൽ കിടക്കുന്ന ആൾക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നില്ല. അങ്ങനെ വളരെയധികം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള ദേവന്മാരെ പോലെയുള്ള മനുഷ്യരുണ്ടാവും. അവരും വളരെയധികം വിഷമിക്കുന്നവരുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അസുരന്മാരായിട്ടുള്ളവർ നമ്മുടെ ഭൂമിയിലും ഉണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യമാണല്ലേ. അപ്പോൾ നമുക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിലും എത്ര ഇതുണ്ടെങ്കിലും നമ്മളെ അതെല്ലാം നമ്മളിൽ നിന്ന് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ക്രൂരരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ക്രൂരരായിട്ടുള്ള ദുഷ്ടന്മാര് തുനിയാറുണ്ടല്ലേ. അപ്പൊ അങ്ങനെയുള്ള ദുഷ്ടരിൽ നിന്ന് നമ്മളെ എല്ലാവരെയും രക്ഷിക്കാൻ, നമുക്ക് ഉന്നതി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു അവസരത്തിൽ സ്കന്ദ ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഹരഹരോ ഹരഹര. അപ്പോൾ എന്താ പറയുന്നത്, ചിലപ്പോൾ നമ്മൾ ഒരു കാര്യം ഈ ഭൂമിയിൽ നമ്മൾ ജനിക്കുന്ന സമയത്തായാലും നമുക്ക് എന്തൊക്കെ ഇവിടെ എവിടെയാണ് ജനിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണോ? ചിലപ്പോൾ ദൈവങ്ങൾക്ക് പോലും അതിൽ ഇടപെടാൻ കഴിയില്ല. കാരണം ചില ദുഷ്ടശക്തികൾ നമ്മളെ വീണ്ടും താഴേക്ക് അധപ്പതിപ്പിക്കും അല്ലേ, അല്ലെങ്കിൽ നമ്മളെ താഴേക്കിടയിൽ കൊണ്ടിടാനേ ശ്രമിക്കുകയുള്ളൂ. നമുക്ക് ഉണ്ടായിരുന്ന ചില നല്ല കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് നഷ്ടമായി പോകും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ദുഷ്ടശക്തികളിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ദുഷ്ടരിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഭഗവാനോട് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കാം. അങ്ങനെ ചെയ്യുന്നതാണ് അല്ലേ. അപ്പം ഭഗവാന്റെ ലോകത്തൊക്കെ നമ്മൾ നല്ല രീതിയിൽ നിന്നിട്ടുള്ളവരായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അത്രയും നമുക്ക് അധികാരങ്ങൾ ഭഗവാൻ തന്നിട്ടുള്ളതായിരിക്കും ഈ ഭൂമിയിൽ. പക്ഷെ ഓരോരോ കാലഘട്ടങ്ങൾ കഴിഞ്ഞു വരുംതോറും, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ വന്ന് ഓരോരോ കർമാസ് അല്ലെങ്കിൽ ഓരോരോ കാലഘട്ടം കഴിഞ്ഞു വരുമ്പോഴേക്കും നമ്മൾ ചിലപ്പോൾ താഴേക്ക് അധപ്പതിച്ച് പോവേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് താഴേക്ക് അധപ്പതിപ്പിച്ചിടും അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് അധികാരത്തിൽ വരുന്നവരുടെ കയ്യിലുള്ള തെറ്റാണ്. അവര് അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് പലരുടെയും പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കും ചിലര് അധികാരങ്ങളിൽ വരുന്നത്. അല്ലെങ്കിൽ എന്താ പറയാ, നിഷ്കളങ്കരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ളവരുടെ പല സ്വത്തുവകകളും അപഹരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പലരുടെയും പല കാര്യങ്ങൾ അപഹരിച്ചെടുത്തുകൊണ്ടായിരിക്കും പലരും പല അധികാരങ്ങളിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ ഇരിക്കുന്നതല്ലേ. ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ച പോലെ ആയിരിക്കില്ല ചിലപ്പോൾ അടുത്ത കാലഘട്ടം വരും. അപ്പം ഇതിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് സ്വസ്ഥത ഉണ്ടാവാൻ വേണ്ടിയിട്ട്, നമുക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് ഭഗവാനോട് പ്രാർത്ഥിക്കാം. അതിലുപരി ഭഗവാനിലെ അഭയത്തിന് വേണ്ടിയിട്ടും കൂടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്.
മനസ്സിലായത് മാത്രമേ നമുക്ക് ഈ മനുഷ്യ ജന്മത്തിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓരോരുത്തരും പറയുന്നുണ്ട്, ഓരോരുത്തരും സംരക്ഷകരായി നിൽക്കുന്ന, മറ്റുള്ള മനുഷ്യർക്ക് സംരക്ഷകരായി നിൽക്കുന്നതാണ് ദേവിമാരെന്ന് പറയുന്നത്. പക്ഷെ ആ ദേവീ സ്വരൂപങ്ങളായിട്ടുള്ള പല സ്ത്രീകളും ഇന്ന് വളരെയധികം വിഷമിക്കുന്ന അവസ്ഥകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കുടുംബത്തിലായാലും സ്വസ്ഥതയില്ലായിരിക്കും, അവർ പലതരത്തിൽ വേദനകൾ അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ കുറച്ച് താഴേക്കടയിലുള്ള അല്ലെങ്കിൽ കുറച്ച് ഇതായിട്ടുള്ള മനുഷ്യർ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സാധാരണക്കാരായിട്ടുള്ള വയലിൽ ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ കൂലിപ്പണികൾ ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള സാധാരണക്കാരായിട്ടുള്ള താഴേക്കടയിൽ കിടക്കുന്ന ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നവർ, കഷ്ടപ്പെടുന്നവരുണ്ടല്ലേ. അപ്പൊ അവരെ സഹായിക്കാൻ ഒരുപാട് പണമുള്ളവർ, പ്രതാപമുള്ളവർ അവരെ സഹായിക്കാൻ പോലും ചിലർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. പലരും ഒരു വീടില്ലെങ്കിൽ വീട് വെക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ അവർ സർക്കാരിൻ്റെ ഇതിലായാലും പല സ്ഥലങ്ങളിൽ അവർ കൊണ്ടുപോയി അപേക്ഷകളൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ ആരും അത് കാണാറില്ല അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ദുഷ്ടരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തിനാണ് ത്യാഗങ്ങൾ സഹിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് എനിക്കിവിടെ ഈ ഒരു അവസരത്തിൽ ചോദിക്കാനുണ്ട്. പലരും ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ട്. പല പെൺകുട്ടികളും മദ്യപാനികളായിട്ടുള്ള ചിലരെ വിവാഹം കഴിച്ചുകൊണ്ട് അവരിൽ നിന്ന് പീഡകൾ ഏറ്റുവാങ്ങുന്നുണ്ട്. വളരെയധികം ത്യാഗങ്ങൾ സഹിച്ച് ക്ഷമിച്ച് അവർ ജീവിക്കുന്നുണ്ട്. അവരുടെ ജീവിതം തന്നെ വ്യർത്ഥമാക്കുന്ന രീതിയിൽ അവർ ജീവിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അവരിങ്ങനെ സാക്രിഫൈസ് ചെയ്ത് ജീവിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ സാക്രിഫൈസ് ചെയ്ത് ജീവിക്കുന്നത്? അവരെ ഈ പറയുന്ന പോലെയുള്ള സമൂഹത്തെ നോക്കിയിട്ട് അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെ ആലോചിച്ചിട്ട് അവരുടെ അഭിമാനം ഓർത്തിട്ട് അങ്ങനെ പലതും ഓർത്തിട്ട് പലരും സഹിച്ചും ക്ഷമിച്ചും പല രീതിയിൽ അവർ സാക്രിഫൈസ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. ആ സമയത്ത് ഇങ്ങനെ സഹിച്ച് കുറേ പെൺകുട്ടികൾ ജീവിക്കുന്ന സമയത്ത് കുറേ പേര് എന്താണ് ചെയ്യുന്നത്? കുറേ പേര് ഫ്രീഡമായിട്ട് അവർ നല്ല രീതിയിൽ ജീവിക്കുന്നു. അവർക്കൊരു പ്രശ്നമില്ലാതെ ജീവിക്കുന്നവരുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ ഒരു ഇതാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, അങ്ങനെ ഈ ഭൂമിയിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഒരു എന്താ പറയുക, ഒരു മായയാണ്, അല്ലെങ്കിൽ എല്ലാം ഒരു ഇതാണ്. നമുക്ക് അറിയില്ല നമുക്ക് ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏത് റൂട്ടിലാണ് നമ്മൾ പോകേണ്ടത്, അല്ലെങ്കിൽ എന്തായിരിക്കും നമുക്ക് സംഭവിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ പല ചെറുപ്പക്കാരായിട്ടുള്ള പുരുഷന്മാർ നല്ലവരായിട്ടുള്ളവരുണ്ട്. അവർക്ക് ചിലപ്പോൾ ജോലി കിട്ടില്ല, അവർക്ക് വിവാഹം നടക്കില്ല, അങ്ങനെ പല രീതിയിൽ അവർ ബുദ്ധിമുട്ടുന്ന അതുപോലെ ആൺകുട്ടികളും ഉണ്ട്. മനസ്സിലായോ? അപ്പം നല്ലവരായിട്ടുള്ളവർക്ക് എപ്പോഴും കഷ്ടങ്ങൾ തന്നെയാണ്. നല്ലവരായിട്ടുള്ളവർക്കും അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കേണ്ടവർക്കും എപ്പോഴും ദുരിതങ്ങളും കഷ്ടങ്ങളുമാണ് കൊടുക്കുന്നത്. അതേസമയം എന്താ പറയുക, ചിലപ്പോൾ പലരും അല്ലാതെയുള്ള പലരും വലിയ നിലയിൽ ജീവിക്കുന്നവരുണ്ട്. പക്ഷെ അവർ താഴേക്കിടയിലുള്ളവരെ സഹായിക്കുന്നില്ല. അല്ലെങ്കിൽ താഴേക്കിടയിലുള്ളവർ അവരോട് ചെന്നൊരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്കൊരു അവസരം ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കാറില്ല. അവർക്ക് അതിനൊരു സഹായം ചെയ്യാറില്ല എന്നുള്ളതാണ് പരമമായിട്ടുള്ള സത്യം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. എല്ലാവരും സ്വാർത്ഥരായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. നമുക്ക് ഉണ്ടായിരുന്നതെല്ലാം ഇന്നുള്ളതെല്ലാം നാളെയും നമുക്ക് നിലനിർത്താൻ, നമ്മുടെ തലമുറയ്ക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് ഭഗവാനോട് ആ ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായോ? നമുക്കറിയില്ല എന്ന് വെച്ചാൽ അത്രയും നമ്മളെ ഏത് രീതിയിലും നമുക്കുള്ളതൊക്കെ പിടിച്ചെടുക്കാനും പിടിച്ചു വാങ്ങാനും ചതിക്കാനും വഞ്ചിക്കാനും ദ്രോഹിക്കാനും വേണ്ടി മാത്രമേ ആയിട്ടാണ് കുറേ ദുഷ്ടരായിട്ടുള്ള ഇങ്ങനെയുള്ള അസുരർ ഈ ഭൂമിയിലും ഉണ്ട്. അത് മനസ്സിലാക്കുക, നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. മറ്റുള്ളവരെ ദ്രോഹിച്ചായാലും വഞ്ചിച്ചായാലും ചതിച്ചായാലും എന്തും നേടാൻ വേണ്ടിയിട്ട് എന്താ പറയാ, അവർക്ക് കുറച്ച് ചിലപ്പോൾ കുറച്ച് ബുദ്ധി ഇല്ലായിരിക്കും അവർക്ക് അവരെ പോലെയുള്ള ആ കൂർമ്മ അല്ലെങ്കിൽ കുരുട്ട് ബുദ്ധികൾ അറിയില്ലായിരിക്കും. അപ്പൊ അവരതിൽ വീണു പോകും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയൊക്കെ പലരെയും ചതിച്ച് ഈ ഇടയ്ക്ക് തന്നെ ഒരു സംഭവം, ഒരു ലോട്ടറി അടിച്ച ഒരാൾ, അയാൾക്ക് ഇഷ്ടം പോലെ ലോട്ടറി അടിച്ച് പൈസ ഉണ്ടായിരുന്ന സമയത്ത് അയാൾ ഇതുപോലെ കുറെ ബന്ധുക്കൾ ഇങ്ങ് വന്ന് കയറി അയാളെ നിന്നെല്ലാം വാങ്ങിച്ചുകൊണ്ട് അവസാനം അയാൾക്കൊന്നും ഇല്ലാത്ത അവസ്ഥയാക്കി. വീണ്ടും അയാൾ ആ പഴയ പോലെയായി. സുഹൃത്തുക്കളെല്ലാം ആ സമയത്ത് അത്ര നാൾ വരെയും കൂടെ ഇല്ലായിരുന്നവര് പിന്നെ ഇയാൾക്കൊരു നല്ലത് വന്നെന്ന് അറിഞ്ഞപ്പോൾ വന്നിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ചതിച്ചിട്ട് പോയവരുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നു. അപ്പൊ അങ്ങനെയുള്ള അസുരരിൽ നിന്ന്
നമ്മൾ വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള അസുരരുമായിട്ട് നമ്മൾ ഒരു ഇതിനും പോവാതിരിക്കുക, അങ്ങനെയുള്ള ദുഷ്ടന്മാരുമായിട്ട് നമ്മൾ ഒരു കൂട്ടുകെട്ടിനും പോവാതിരിക്കുക. നമുക്ക് നല്ലതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. കുറച്ചൊക്കെ നമ്മൾ മറ്റുള്ളവർ സ്വാർത്ഥരാകുമ്പോൾ നമുക്ക് താഴേക്കിടയിലുള്ളവരും കുറച്ചൊന്ന് സ്വാർത്ഥരാവുക, കുറച്ച് സമ്പാദിക്കാനും അവരുടെ കാര്യങ്ങൾ നോക്കാനും വേണ്ടി പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ ചിലരോട് നമ്മൾ എത്രയൊക്കെ പറഞ്ഞു കൊടുത്താലും മനസ്സിലാക്കാൻ സാധിക്കാത്തവരും ഉണ്ട്. മനസ്സിലായോ? ചിലർ എന്താ പറയാ, ആ ഒരു സന്യാസ ജീവിതം അല്ലെങ്കിൽ ആ ഒരു രീതി തന്നെ ജീവിച്ചു പോകണം എന്ന് നിർബന്ധം പിടിക്കുന്ന ചിലരുണ്ട്. അവരോട് നമുക്ക് പോയിട്ട് നിങ്ങൾ ഇന്നത് ചെയ്യൂ, നിങ്ങൾ അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യും നമുക്ക് പറയാൻ കഴിയത്തില്ല. മനസ്സിലായതാണ്. ശിവഭഗവാൻ പോലും എന്താ പറയാ, ഒരു സാധാരണ രീതിയിലുള്ള ജീവിതമാണ് ശിവഭഗവാൻ പോലും നയിക്കുന്നത്. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തിയോ ചിറയിൽ, പരബ്രഹ്മമൂർത്തിയോ ചിറയിൽ, അങ്ങനെ ഒരു പാട്ട് നിങ്ങൾ കേട്ടില്ല? അപ്പം അതുപോലെ സിമ്പിളായിട്ട് ജീവിക്കുന്നവരുണ്ട്. അവർക്ക് എന്താണ്, അവർക്ക് ആരോടും പരാതിയില്ല, പരിഭവവും ഇല്ല, ഒന്നുമില്ല എന്ന് കരുതി ജീവിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. അവരത്രയും എന്താ പറയാ, നല്ല രീതിയിൽ ജീവിക്കേണ്ടവർ തന്നെയാണ് ഈ കുറേ ഇങ്ങനെ താഴെ ഇതിൽ കിടക്കുന്നവർ. പക്ഷെ അവര് ഉയർന്നു വരാൻ വേണ്ടിയിട്ട് ഉയർന്നു വരാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഈ എന്താ പറയാ, പണമുള്ളവർ അല്ലെങ്കിൽ പ്രതാപം ഉള്ളവർ അതിന് വേണ്ടിയിട്ട് ഒരുക്കി കൊടുക്കുന്നില്ല. വീണ്ടും താഴേക്കിടെ കിടക്കുന്നവരെ വീണ്ടും ചവിട്ടി താഴേക്ക് ഇടാനാണ്, അല്ലെങ്കിൽ ഉയർന്നു നിൽക്കുന്നവരെ അവരുടെ സ്വാധീനതയിൽ പെടുത്തി താഴേക്ക് കൊണ്ടുവരാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കുറെ അസുരന്മാർ ഈ ഭൂമിയിലും ഉണ്ട്. അത് പരമാർത്ഥമായിട്ടുള്ള സത്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ദുഷ്ടരിൽ നിന്ന് നമ്മളെ എല്ലാവരെയും, നല്ലവരായിട്ടുള്ള എല്ലാവരെയും, നന്മയുള്ള എല്ലാവരെയും, നല്ലവരെയും എല്ലാവരെയും രക്ഷിക്കട്ടെ. അവരവർക്കുള്ള സ്വത്തുകൾ, അവരവർക്കുള്ള കാര്യങ്ങളെല്ലാം അവരവർക്ക് തന്നെ സംരക്ഷണമായിട്ട് ഉണ്ടാവട്ടെ. താഴേക്കിടയിൽ കിടക്കുന്നവർ ഉയർന്നു വരാനായിട്ട്, അവർക്ക് നല്ലൊരു ജീവിത സാഹചര്യം ഉണ്ടാവട്ടെ എന്നും കൂടി ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മുരുക ഭഗവാനോടും സകല ഭഗവാനോടും ഭഗവതിമാരോടും എല്ലാവരോടും ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു നാളെ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഹരഹര മഹാദേവ, ഹരഹരോ ഹരഹര. കുക്കു കുറേ പേരുണ്ട് കേട്ടോ. അനീക്, പംല, ആദർശ്, നീതു ജോസഫ്, സുനിൽ, മനിക്, തജീഷ്, രാജേഷ്, ദ്യാഷ്, കുക്കു, ബിജോയ്, ധർമ്മപുരി, ധരുപതി, അത് ബിജോയ്. അപ്പം ഹരേ കൃഷ്ണ, രാധേ കൃഷ്ണ. ഒരു കാര്യം എനിക്ക് പറയാനുള്ള എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭദ്രദേവിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയാ, ആംഗ്രി, ഇത് നമ്മൾ ദേഷ്യഭാവത്തിലേക്കുന്ന ദേവിമാരാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു ഇത് വന്നിട്ട് ഈ ഭദ്രാംശമുള്ള ചില സ്ത്രീകൾ ഇങ്ങനെ ഒരുപാട് വേദനകൾ സഹിക്കുന്നവരുണ്ട്. അവർ ഈ പറയുന്ന പോലെയുള്ള സന്യാസ ജീവിതം പോലെ ചിലപ്പോൾ അവർ വിവാഹം കഴിക്കുന്നത് കുറച്ച് ഇതാണ്, കുറച്ച് ലെവൽ ഇതാവുമ്പോൾ അവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യും. ഞാൻ അതിനാണ് ആ കുട്ടി തന്നെ ഇതേപോലെ, ഇപ്പൊ എൻ്റെ അവസ്ഥയിൽ അങ്ങനെയൊക്കെ തന്നെ. പിന്നെ ഞാനും സഹിച്ചു പോവാണ്, ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ ഈ കുട്ടി അപർണ, അതിന് ഒരു കുട്ടിയായ അതിനെ എടുത്തിട്ട് ഉപദ്രവം എന്ന് പറഞ്ഞാൽ, അയാൾ കുടിച്ചിട്ട് വന്നിട്ട് ആ ചെറുക്കം കിടത്തിട്ട് ഉപദ്രവം അത്ര ഞാൻ ഒരു ദിവസം കണ്ടതാണ്. ഓട്ടോയിൽ പോയ വെള്ളായണിയുടെ അവിടെ വെച്ച് തന്നെയാണ്. ഓട്ടോയിൽ പോയപ്പോൾ കുട്ടീനെ എടുത്തുകൊണ്ട് വന്ന് ഇവൻ ഓട്ടോയിൽ ചെന്ന് കയറി മുട്ടിക്കെല്ലാം കൂടി ഇങ്ങനെ പിടിച്ച് ഉപദ്രവം എന്ന് പറഞ്ഞാൽ ഇവനെ കണ്ടാൽ തന്നെ അറിയാം ഇവനൊരു കഞ്ചാവ്, വെള്ളം, ആ ഒരു ടൈപ്പാണെന്നുള്ളത്. അപ്പൊ അങ്ങനെ ഉപദ്രവിച്ചിട്ട് ഈ കൊച്ചിനെ വലിച്ചെടുത്തോണ്ട് അവൻ പോവാൻ നോക്കുന്ന പ്രശ്നം. ഞാൻ അതിന്റെ ഇടയിൽ ചെന്ന് കയറി, ഞാൻ എങ്ങനെയോ ആ കൊച്ചിനെ എടുത്ത് മാറ്റി. അവസാനം അവള് വേറൊരു ഓട്ടോ ഭാഗ്യത്തിന് വന്നപ്പോൾ അതിൽ കയറ്റി എങ്ങനെയെങ്കിലും വിട്ട് സ്റ്റേഷനിലോട്ട് പറഞ്ഞു വിട്ടു. അല്ലെങ്കിൽ ഇവൻ വല്ലതും ചെയ്തു കളയും. മനസ്സിലായി? ഇപ്പം ഇങ്ങനെയുള്ള ദുഷ്ടന്മാരും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതുകൊണ്ടാണ് നല്ലവരായിട്ടുള്ള പയ്യന്മാർക്ക് പോലും ചിലപ്പോൾ പെണ്ണ് കിട്ടാതെ ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്ന ഇങ്ങനെയുള്ള പല സ്ത്രീകളുടെ അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പല സമയത്തും തോന്നി പോവാറുണ്ട്, ഒന്നെങ്കിൽ വിവാഹം കഴിക്കാതെ ജീവിക്കണം, അല്ലെങ്കിൽ പെണ്ണായിട്ട് ജനിക്കരുത്, ഭൂമിയിൽ വന്ന് പെണ്ണായിട്ട് ജനിക്കരുത്, അതിനെങ്കിലും ഉള്ളൊരിത് തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. കാരണം
അത്രയ്ക്കും നമ്മൾ അല്ലെങ്കിൽ ഭൂമിയിലേക്ക് വരരുത്, നമ്മൾക്ക് അവിടെ ഭഗവതിയോ ഭഗവാന്റെ അടുത്തൊരു അഭയം തരണം എന്ന് അത്രയും മനസ്സുരുക്കി പ്രാർത്ഥിക്കാറുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഓരോ സ്ത്രീകളും ഇപ്പോഴും ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്, ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്. കൂടുതലും താഴേക്കിടയിലുള്ള സ്ത്രീകളാണ് ഭർത്താക്കന്മാരെ കൊണ്ട് അനുഭവിക്കുന്നത്. കാരണം താഴേക്കിടയിലുള്ള സ്ത്രീകളെന്ന് പറയുമ്പോൾ കുറച്ച് ധനം കുറവുള്ള സ്ത്രീകളാണ് കൂടുതൽ അനുഭവിക്കുന്നത്. അല്ലെങ്കിൽ ധനം കുറവുള്ളവരെല്ലാം ആണ് ആ ഇടയിലാണ് ഇങ്ങനെയുള്ള കള്ളുകുടിയന്മാരും ഇങ്ങനെയുള്ള പെണ്ണുപിടിയന്മാരും ഒക്കെ ആയിട്ടുള്ള ആണുങ്ങളാണ് ചിലപ്പോൾ കല്യാണം കഴിക്കുന്നത്. അവന്മാരെ ഇങ്ങനെ ഉപദ്രവിക്കും എന്ന് വെച്ചിട്ട് പൈസ ഉള്ളവർ അങ്ങനെ ഇല്ല ഒന്നുമല്ല. വീടുള്ളവരായാലും പൈസ ഉള്ളവരല്ലാത്തവരും അങ്ങനെ ആണുങ്ങളല്ല എന്നല്ല, എല്ലാവരിലും ഉണ്ട്. മിക്ക നമ്മൾ സ്ത്രീധനത്തിന്റെ പേരിൽ അല്ലാതെ ഇപ്പോഴും അനുഭവിക്കുന്ന വേദനകൾ സഹിച്ച് ഇങ്ങനെ ഓരോത് ഓർത്ത് സഹിച്ച് സാക്രിഫൈസ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഒരുപാട് സ്ത്രീകളെ എനിക്ക് ഇപ്പോഴും അറിയാം. കൂടുതലും കുറച്ച് ഈ പറയുന്ന പോലെയുള്ള കൂലിപ്പണിക്ക് പോകുന്ന അങ്ങനെയൊക്കെയുള്ള കുറച്ച് താഴേക്കിടയിലുള്ള വരുന്ന സ്ത്രീകൾ, അങ്ങനെയുള്ളവർ ചേച്ചിമാര്, കുറച്ച് സൗന്ദര്യം കുറവുള്ള അല്ലെങ്കിൽ കുറച്ച് കറുത്തിട്ടൊക്കെ ഇരിക്കുന്ന ചേച്ചിമാര്, കുറച്ച് മുതിർന്നവര്, സ്ത്രീകൾ, അങ്ങനെയുള്ള പലരുമാണ് പല രീതിയിൽ അനുഭവിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ പുറത്തും ഈ പറയുന്ന ആണുങ്ങൾക്ക് പുറത്തും ഒരുപാട് സ്ത്രീകൾ കിട്ടും. അതുകൊണ്ട് തന്നെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളോട് ആ ഒരു രീതിയിലാണ് പെരുമാറുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് ഈ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഭഗവാനോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. ശ്രീകൃഷ്ണ ഭഗവാനോട് പ്രാർത്ഥിക്കുക. മനസ്സിലായോ? മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. മനസ്സുരുക്കി പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ പറയുക, ഭഗവാനെ നമുക്ക് ഇത്രയും സഹിക്കാവുന്നതിലപ്പുറമായി എന്ന് പറയും. സഹിക്കാവുന്നതിലപ്പുറമായി, നമ്മളെ ഇനിയും ഇങ്ങനെയുള്ള ദുഷ്ടന്മാരുടെ ഇടയിലിട്ട് കഷ്ടപ്പെടുത്തരുത്. നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ഇവരിൽ നിന്ന് ഒരു മാറി നിന്നിട്ട് നമുക്ക് ജോലിക്ക് പോകാനുള്ള, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറിപ്പോയാലും നമുക്ക് ജീവിക്കാനുള്ള ഒരു ഇത് ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ജന്മം അവസാനിക്ക് നമുക്ക് ഭഗവാനിൽ ഒരു അഭയം തരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭഗവതിയിൽ ഒരു അഭയം തരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ ഈ ഭൂമിയിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയുള്ള ദുഷ്ടകാടന്മാരുടെ ഇടയിൽ ഇങ്ങനെ കല്യാണം കഴിച്ച് കൊണ്ടുപോയി നമ്മളെ ഇട്ട് ദ്രോഹിപ്പിക്കാനായിട്ട് ഈ ഭൂമിയിലേക്ക് വിടരുതേ ഭഗവാനെ എന്ന് ഉള്ളുരുക്കി പ്രാർത്ഥിക്കുക. എന്നിട്ട് അല്ലെങ്കിൽ അഥവാ ഭൂമിയിലേക്ക് വിടുന്നുണ്ടെങ്കിൽ ആണായിട്ട് ഉള്ള ഒരു ജന്മം തന്നാൽ മതി. സ്ത്രീയായിട്ട് ദയവ് ചെയ്ത് ഒരു സ്ത്രീയായിട്ട് ഭൂമിയിലേക്ക് വിടരുത്. അല്ലെങ്കിൽ സ്ത്രീ ആയിട്ട് വന്നാലും എന്താ പറയാ, വിവാഹം സ്ത്രീയായിട്ട് വന്നാലും ചില വീട്ടുകാർ പിടിച്ച് കെട്ടിക്കും. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് സ്ത്രീയായിട്ട് വരരുത്. സ്ത്രീയായിട്ട് വരാതെ അല്ലെങ്കിൽ പുരുഷനായിട്ട് വന്ന് ജനിച്ചാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഈ ഭൂമിയിലേക്ക് നമ്മളെ വിടരുത്. നമുക്ക് അവിടെ അഭയം തരണേ ഭഗവാനെ. ഇങ്ങനെയുള്ള താഴേക്കിടകളിലേക്ക് വിടാതെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദുഷ്ടന്മാരുടെ കയ്യിൽ ഞങ്ങളെ അകപ്പെടുത്തി ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് വിടരുതേ ഭഗവാനെ, ഭഗവതിയെ എന്ന് പറഞ്ഞ് മനസ്സുരുക്കി പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ തലമുറയ്ക്ക് നമുക്കുള്ളതെല്ലാം ദുഷ്ടന്മാരുടെ കയ്യിൽ അകപ്പെടാതെ, നമ്മളെ ദുഷ്ടന്മാരുടെ കയ്യിൽ അകപ്പെടുത്താതെ നമുക്കുള്ളതെല്ലാം നിലനിർത്താനും നമ്മുടെ ഭൂമിയിൽ നമ്മുടെ തലമുറയ്ക്ക് അത് നിലനിർത്തി കൊടുക്കാനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഇത് മാത്രമേ നമുക്കിനി ചെയ്യാനുള്ളൂ. മനസ്സിലായോ? അപ്പം ഈ പറയുന്ന എന്താ പറയുക, ഇങ്ങനെയുള്ള ദുഷ്ടന്മാരായിട്ടുള്ള മനുഷ്യരാണ്, ദുഷ്ടരായിട്ടുള്ള ക്രൂരരായിട്ടുള്ള മനുഷ്യരാണ് കൂടുതൽ ഇപ്പോൾ ഭൂമിയിലുള്ളത്. ഒരുപാട് സ്ത്രീകളെ അറിയാം, ഒരുപാട് അമ്മമാരെ, ചേച്ചിമാരെ, സ്ത്രീകളെ, സാധാരണ താഴേക്കിടയിൽ കിടക്കുന്ന സ്ത്രീകളെ, ഒരുപാട് പേര് എനിക്കറിയാം. ഒരുപാട് പേര് ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്, പല തരത്തിൽ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ആരോടും ഒന്നും പറയുന്നില്ല. അവരെല്ലാം ഉള്ളിൽ ഒതുക്കി അവര് വിമ്മിഷ്ടപ്പെട്ട് ഇത് ഹൃദയത്തിൽ വെച്ച് എരിഞ്ഞ് ഓരോ നിമിഷവും എരിഞ്ഞ് ജീവിക്കുന്നവരുണ്ട്. അവരവരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരിങ്ങനെ ജീവിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? പക്ഷെ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് മനസ്സിലേക്ക് ഇപ്പോഴും അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾ വേണ്ടെന്ന് വെക്കരുത്. നിങ്ങൾ പുറത്തോട്ട് പോവുക, നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുക, ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥലങ്ങൾ കാണാനുണ്ടെങ്കിൽ പോവുക, അമ്പലങ്ങളിൽ പോവുക, ഇതൊക്കെ ചെയ്യുക. അല്ലാതെ വെറുതെ എപ്പോഴും ഇങ്ങനെയുള്ള ദുഷ്ടന്മാരുടെ കയ്യിൽ അകപ്പെട്ടു എന്ന് കരുതിയിട്ട് അതോർത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കണം. ഗംഗാദേവിയെ പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞില്ല, എപ്പോഴും നമ്മൾക്ക് എന്തെങ്കിലും പാപങ്ങൾ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ ഗംഗാദേവിയെ പ്രാർത്ഥിക്കുക. അതുപോലെ ഭഗവാനെ, ശ്രീകൃഷ്ണ ഭഗവാനെ കൂടെ പ്രാർത്ഥിക്കുക. മഹാദേവനെയും പാർവതി ദേവീനെയും പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ശ്രീകൃഷ്ണ ഭഗവാനെയും കൂടെ പ്രാർത്ഥിക്കുക. ഭഗവാനോട് കരഞ്ഞ് പറയുക. നമുക്ക് അത്രയും സഹിക്കാവുന്നതിൽ അപ്പുറമായി നമ്മൾ അത്രയും കരഞ്ഞ് പറയുക, പ്രാർത്ഥിക്കുക ഭഗവാനോട്, നമ്മളെ രക്ഷിക്കണേ ഭഗവാനെ, നമുക്ക് നല്ലൊരു തരണേ, ഭഗവാനിൽ അഭയം തരണേ, നമ്മളെ ഒരിക്കലും ദുഷ്ടരുടെ കയ്യിൽ അകപ്പെടുത്തരുതേ, നമ്മളെ ഇനി ഭൂമിയിലേക്ക് ഇങ്ങനെ ഒരു സ്ത്രീ ആയിട്ട് അല്ലെങ്കിൽ വിടരുതേ, ഒരു ആണായിട്ട് ജനിച്ചാലും സാരമില്ല, ഞങ്ങളെ കഷ്ടപ്പെടാനായിട്ട് ഇവിടെ വിടരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക.
മനസ്സിലായോ? അപ്പൊ ഒരുപാട് നല്ല പുരുഷന്മാരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷേ കൂടുതലും ഇപ്പൊ ഇങ്ങനെയുള്ള ഇതാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ എൻ്റെ 2 അനുഭവത്തിലും എനിക്ക് ഇങ്ങനെ തന്നെയായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് ഇത് പറയുന്നത്, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാം, നമ്മുടെ തലമുറകൾക്കുള്ള നമ്മൾ പിന്നെ നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടിയാണല്ലേ ജീവിക്കുന്നത് ഇങ്ങനെ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ജന്മത്തിൽ ഇങ്ങനെ നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അടുത്ത ഒരു ജന്മം ഉണ്ടെങ്കിൽ അതിലെങ്കിലും നമുക്ക് നല്ലൊരു ഗതി തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇതില്ലെന്നുണ്ടെങ്കിൽ ഭഗവാനിൽ അഭയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളെ ദുഷ്ടശക്തികൾ ഒരുപാടുണ്ട്, നമ്മളെ വീണ്ടും നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ താഴേക്കിടയിലേക്ക് വലിച്ചുകൊണ്ട് പോകാൻ വേണ്ടി, നമ്മളെ പലതരത്തിൽ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടും പല ദുഷ്ടശക്തികളും. അപ്പൊ അങ്ങനെയുള്ള ദുഷ്ടശക്തികളിൽ നിന്ന്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ദുഷ്ടരിൽ നിന്ന് നമ്മളെല്ലാവരെയും, സ്ത്രീകളെ എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട്, പുരുഷന്മാരെയായാലും നല്ലവരായിട്ടുള്ള എല്ലാവരെയും ഭഗവാൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ എല്ലാവരെയും, നല്ലവരായിട്ടുള്ള എല്ലാവരെയും ഭഗവാൻ രക്ഷിക്കട്ടെ. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ, നല്ലവരായിട്ടുള്ള എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവരുടെയും സ്ഥാവര ജംഗമ വസ്തുക്കളും എല്ലാവരുടെയും നല്ലതായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ആരെങ്കിലും പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചു കിട്ടാനും, അല്ലെങ്കിൽ അവർക്ക് നന്മയുണ്ടാവാനും, അവരവരുടെ അവകാശങ്ങൾ, അവരവരുടെ അധികാരങ്ങൾ, അവരവരുടെ കാര്യങ്ങളെല്ലാം സംരക്ഷിക്കാനും നിലനിർത്താനും, അവർക്ക് നന്മയുണ്ടാവാനും വേണ്ടിയിട്ട്, താഴേക്കിടയിൽ കിടക്കുന്നവർ ഉയർന്നു വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു അവസരത്തിൽ ഭഗവാനോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കാം. ഹരഹരോ ഹരഹര, ഹരഹര മഹാദേവ, ഹരഹരോ ഹരഹര, രാധേഷ് രാധേശ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. കുക്കൂസ് ചേച്ചി സുഖമാണോ? സുഖമാണ്, ഇങ്ങനെ പോണു. ഹായ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കുറേ പേര് വന്നിട്ടുണ്ട് വീണ്ടും. അനിൽ, ആദർശ്, നീതു, സുനിൽ, മണി, തജേഷ്, രാജേഷ്, ധന്യൂസ്, കുക്കു, ബിജോയ്, സബിൻ, ബിന്ദു, MG, രാഹുൽ MG, ഇത്രയും പേരുമാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും എന്താ പറയുക, സമാധാനമായിട്ടിരിക്കാൻ കഴിയട്ടെ, സന്തോഷമായിട്ടിരിക്കാൻ കഴിയട്ടെ, അതുപോലെ ഹാപ്പി ആയിട്ടിരിക്കാൻ കഴിയട്ടെ. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലവരല്ല എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. ഭഗവാൻ നമ്മളെ എല്ലാവരെയും രക്ഷിക്കട്ടെ. ഭഗവാനിൽ അഭയം തരാൻ കഴിയുമെങ്കിൽ ഭഗവാൻ അഭയം തരട്ടെ. നമുക്ക് അതിനു വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാം ഈ ഒരു അവസരത്തിൽ. ഹരഹര മഹാദേവ, ഹരോ ഹരോ, ഹരഹരോ ഹരഹര. ജയ ശ്രീ രാധേശ.